ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിക്കുന്നത് അന്നമ്മ ജോണിക്കുട്ടി, ഫിലാഡൽഫിയ, USA. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവാം ദൈവമേ, ബലഹീനരായ ഞങ്ങൾക്ക് അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഈ പുതിയ വർഷത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന കൃപകൾക്കായിട്ട് അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്നത്തെ ഈ സൗഖ്യദായക ശുശ്രൂഷയുടെ സാന്നിധ്യം കൂട്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം ഞങ്ങളെ കാത്തുസൂക്ഷിച്ച എല്ലാ കൃപകൾക്കായിട്ടും കരുണകൾക്കായിട്ടും നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. നിൻ്റെ കൃപയിൽ പരിപാലിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമേ. നിന്റെ തിരുനാമം മോഹത്തപ്പെടുവാൻ തക്കവണ്ണം ഇവിടെ സഹായിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് 2020 അങ്ങേ കോട്ടയം കാവലുമായിരുന്നു. കോവിഡിൻ്റെ മഹാമാരിയിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിച്ചു, സൂക്ഷിച്ചു, സഹായിച്ചു. പുതിയ വർഷം കർത്താവ് ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവെ, അങ്ങനെ ഞങ്ങളുടെ കൂടാരങ്ങൾക്ക് കാവൽക്കാരനായിരിക്കണമേ. അനുഗ്രഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ഒരു പുതിയ വർഷം നിന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അടിയനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങ് ഏഴയിലും അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മമായി തക്കൊണ്ടും സഹായിക്കണമേ. അവിടുത്തെ നാമം മഹത്വപ്പെടുവാൻ തക്കൊണ്ടും സർവ്വത്തിലും സകലത്തിലും സഹായിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൽ അപേക്ഷിക്കുന്ന കൃപയുടെ കേൾക്കുവാനാണമേ. ആമേൻ. ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, 2021 വീണ്ടും നമുക്ക് ഒരുമിച്ച് ഈ കോവിഡ് പ്രതിരോധ പ്രതിവിധി ശുശ്രൂഷയുടെ നാമത്തിൽ ഇന്ന് സമ്മേളിക്കുവാൻ തക്കവണ്ണം ദൈവമൊരുക്കിയ മുഖാന്തരങ്ങൾക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത എല്ലാ സഹോദരങ്ങളെയും ദൈവം കാത്തു പരിപാലിച്ചു എന്നത് ഒരു വലിയ സാക്ഷ്യമാണ്. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് അനേകായിരങ്ങൾക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ദൈവം മുഖാന്തരം ഒരുക്കി. മാത്രമല്ല, നമ്മുടെ വാർഷിക ത്രിദിന ഉപവാസ പ്രാർത്ഥനയിലും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങൾക്ക് പങ്കെടുക്കുവാനും അനുഗ്രഹം പ്രാപിപ്പാനും കഴിഞ്ഞു എന്നുള്ളത് ഒരു വലിയ പരമാർത്ഥമാണ്. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകൾക്ക് യാതൊരു രീതിയിലും ലാഘവം വരുത്തുവാൻ സാധ്യമല്ല. കാരണം കോവിഡിനെ ഇപ്പോഴും നിയന്ത്രിക്കുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരം ഒരുക്കപ്പെട്ടിട്ടില്ല. അനേക രാജ്യങ്ങളിൽ പല വാക്സിൻസൊക്കെയും പരീക്ഷിക്കപ്പെടുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ അതിൻ്റെ മേലൊരു വിജയം നേടിയെന്ന് അവകാശപ്പെടുവാൻ ഇതുവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ വ്യാപനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പുതിയ സ്ട്രെയിൻസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിവേഗ വ്യാപനത്തിൻ്റെ പുതിയ സ്ട്രെയിൻസാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ നാം ശക്തമായി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തം നാം വാർഷിക ത്രിദിന ഉപവാസ പ്രാർത്ഥന പ്രാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ ശക്തിയോടും പരിശുദ്ധാത്മ നിറവോടും മുൻപോട്ട് പോകാൻ തക്കവണ്ണം വിലയിൻ്റെ നമ്മെ ദൈവം സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്ന് ആരംഭിക്കുകയാണ്. നാം ഉപവാസ പ്രാർത്ഥനയും കഴിഞ്ഞ ശുശ്രൂഷകളും പ്രാർത്ഥിച്ച അനേക സഹോദരങ്ങൾക്ക് വിടുതൽ ലഭിച്ചിരിക്കുന്നു. ചിലർ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കോവിഡിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അനീഷ ആനണിയും റീബ അനീഷും കോവിഡ് ടെസ്റ്റിൽ നെഗറ്റീവായിട്ട് കണ്ടിരിക്കുന്നുവെന്ന് ഇന്നലെ രാത്രി എന്നെ വിളിച്ച് പറയുകയുണ്ട്. ദിവസങ്ങളായിട്ട് നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതാണ്. അറ്റ്ലാന്റിൽ നിന്ന് ജെസ്സി ബേബിക്ക് നെഗറ്റീവായിരിക്കുന്നു, കോവിഡ് നെഗറ്റീവായിരിക്കുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം പ്രിയപ്പെട്ട ബിനോയ്, സുശേഷവേലായിരിക്കുന്ന പ്രിയപ്പെട്ട ബിനോയ്ക്ക് അതേ കോവിഡ് ടെസ്റ്റ് നെഗറ്റീവായിരിക്കുന്നു. ദിവസങ്ങളെ നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വിഷയമാണ്. അദ്ദേഹത്തിന് നെഗറ്റീവായിരിക്കും ഇന്നലെ വൈകിട്ട് വിളിച്ച് പറയുകയുണ്ടായി. അപ്പോൾ പല സഹോദരങ്ങളും ദൈവം കോവിഡ് രോഗത്തിൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറയുന്നത്. അതോടൊപ്പം വളരെ ഗുരുതരമായിരുന്ന അസ്വസ്ഥതകൾ കാരണം ഛർദിലും മറ്റുമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരുന്ന പ്രിയപ്പെട്ട റിനി തോമസിനും കർത്താവ് ആശ്വാസം കൊടുത്തു. ആ ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞ് സാധാരണഗതിയിലേക്ക് മടങ്ങി വരുന്നതാണ് ഇന്നലെ രാത്രിയിൽ അവളുടെ പിതാവ് എന്നെ വിളിച്ച് പറഞ്ഞത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അനേകമായ സാഹചര്യങ്ങളിൽ ദൈവം മറുപടി തന്നുകൊണ്ടേയിരിക്കുന്നു. പലരും വിളിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് വീണ്ടും നമ്മുടെ ആവശ്യങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സ്റ്റാൻലി ജോസഫിനൊത്ത് പ്രാർത്ഥിക്കാം. വെന്റിലേറ്റർ ആയിരുന്നു, വിടുവിച്ചു. അതിലിപ്പോഴും ഓക്സിജൻ്റേതായിട്ടുള്ള സപ്ലൈ ആവശ്യമുണ്ട്. ആ ഓക്സിജൻ പരിപൂർണമായിട്ട് മാറ്റുവാൻ കർത്താവ് പ്രവർത്തിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം.
റോയ് മത്തായുടെ പേപ്പറുകളൊക്കെ അയച്ചു കൊടുത്തിരിക്കുന്നു. അതിന്മേൽ പ്രവർത്തിച്ച് അദ്ദേഹത്തെ പൂർണ്ണ ആരോഗ്യത്തോടെ കൊണ്ടുവരാൻ തക്കവണ്ണം കഴിയേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. സുദീർഘമായ ഫ്ലൈറ്റിൽ ഇപ്രകാരം ഇടയ്ക്കിടയ്ക്ക് ഓക്സിജൻ വേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ വരിക എന്ന് പറയുന്നത് ഒരു ആപത്ത് നിറഞ്ഞ അവസ്ഥയാണ്. അപ്പോൾ അതിനൊക്കെ സംബന്ധിച്ച് കുടുംബം എഴുത്തുകൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അദ്ദേഹത്തെ വരുവാനും വേണ്ട ചികിത്സ നൽകി കർത്താവ് രക്ഷിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഡോക്ടർ മോളി ഈശോ ന്യൂജേഴ്സിയിൽ നിന്ന് ആയിരിക്കുന്ന അവർക്ക് കോവിഡ് രോഗമാണ്. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. വിടുതൽ ലഭിച്ചെങ്കിലും വിടുതൽ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള വിടുതലല്ല. ഇപ്പോഴും ആ അസ്വസ്ഥതയുടെ പാർശ്വഫലങ്ങളുണ്ട്. പൂർണ്ണമായ സൗഖ്യം ആ സഹോദരി പ്രാപിക്കാൻ തക്കവണ്ണം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഐസക് തോമസിനെ ഓർത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ന്യൂയോർക്കിൽ നിന്ന് വെയിറ്റ് ലോസിൻ്റേതായിട്ടുള്ള ആ പ്രശ്നമായിട്ട് അദ്ദേഹം മല്ലിടുന്നു. ഇത്രത്തോളം ദൈവം സൂക്ഷിച്ചു. 2 മാസമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. ഇതുവരെ ഒരു പ്രോപ്പർ ഡയഗ്നൈസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കർത്താവ് അദ്ദേഹത്തിന് പൂർണ്ണ സൗഖ്യം നൽകുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ജോയ്സിനോർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ആ ചികിത്സാക്രമം അനുസ്യൂതം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ശിഷ്ടമുള്ള ദിവസങ്ങൾ ആ ചികിത്സകൾ ഏറ്റവും ഫലപ്രദമായി തീരുവാൻ തക്കവണ്ണം കർത്താവ് വാഗ്ദത്തം ചെയ്തത് പ്രാപിക്കുവാൻ തക്കവണ്ണം ആ പാവപ്പെട്ടവളെ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതോടൊപ്പം ചികിത്സയുടെ ഒരു പാർശ്വഫലങ്ങളും അവളെ തൊടുവാനിടയാതെ ഈ നാളുകൾ അത്രയും ദൈവം സൂക്ഷിച്ചു. ഇനിയും സൂക്ഷിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അത് ന്യൂയോർക്കിൽ നിന്ന് പ്രിയപ്പെട്ട PM വർഗീസിനോട് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള അസ്വസ്ഥതകൾക്ക് ദൈവം വിടുതൽ കൊടുക്കുവാൻ സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കുഞ്ഞുമോൾ മാവേലിക്കരോത്ത് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് സഹോദരിക്ക് ആശ്വാസവും സൗഖ്യവും നൽകുന്നതായിട്ട് നിങ്ങൾ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കാം. ആരുമില്ല, തനിച്ചാണ് ഒരു വീട്ടിൽ. ക്യാൻസർ രോഗിയാണ്, ആരും സഹായിക്കുവാനില്ല. ഈ അവസ്ഥയിൽ പലപ്പോഴും ആശ്വാസനായിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഒരാളവിടെ ആവശ്യമുണ്ട്. പരിചരിക്കുവാനും പരിചരണത്തിനുമായിട്ട് ഉള്ള സാഹചര്യം ആവശ്യമുണ്ട്. നിസ്സഹായമായിട്ട് അവർ കിടക്കുകയാണ്. അതുകൊണ്ട് എത്രയും ശീഘ്രം കർത്താവ് പ്രവർത്തിക്കുന്നതിനായിട്ട് സമാധാനത്തിൻ്റെയും അത് അവൾ കൂടുതൽ കഷ്ടപ്പെടുവാൻ ഇടയാകാതെ വണ്ണം അവളുടെ എല്ലാ പ്രശ്നങ്ങളും കർത്താവ് ഏറ്റെടുക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഇവിടെ കണ്ണിന് സൗഖ്യം ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തെ പൂർണ്ണമായിട്ട് അറിഞ്ഞ് യേശുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ മാത്രമേ ആ സൗഖ്യം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് ആ സഹോദരനെ നമ്മൾ ഈ ദിവസങ്ങളിലും ആഴ്ചകളൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അത് ഇപ്പോഴേ 10-30 വയസ്സുണ്ട്. ചെറുപ്പം തൊട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെയും കർത്താവിൻ്റെ സന്നിധി ഒരു പൂർണ്ണ സമർപ്പണത്തോടെ വരികയാണെങ്കിൽ മാത്രമേ ആ സൗഖ്യം ലഭിക്കുമെന്ന് കർത്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്രകാരം വരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ജെറമ എന്ന കുഞ്ഞിനോത്ത് പ്രാർത്ഥിക്കാം. എൻ്റെ ഹൃദ്രോഗത്തിന് പൂർണ്ണ വിടുതൽ കൊടുക്കുവാൻ തക്കവണ്ണം. അതേ സാധാരണ ചില പ്രത്യേക ശിശുക്കൾ കാണുന്ന അസ്വസ്ഥതയാണ്. അത് അതിവേഗം 1 വയസ്സിനുള്ളിൽ തന്നെ സൗഖ്യമാകുന്ന ഒരു പ്രക്രിയയാണ്. അത് അതിവേഗം സൗഖ്യം ദൈവം നൽകിയ മാതാപിതാക്കന്മാർക്ക് സാക്ഷ്യമായി തീരുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. LC ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. കീമോതെറാപ്പി തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് അനുഗ്രഹപ്രദമായി പൂർണ്ണമാക്കുവാൻ ഒരു പാർശ്വഫലങ്ങളില്ലാതെ വേദനയില്ലാതെ നയിക്കപ്പെടുവാൻ ദൈവം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം എഡ്ന ഭട്ടിയോർത്ത് പ്രാർത്ഥിക്കാം. എഡ്വിൻ ഭട്ടിയോർത്ത് പ്രാർത്ഥിക്കാം. അവരെ അനുഗ്രഹിക്കുന്നതിനായിട്ടും സൂക്ഷിക്കുന്നതിനായിട്ടും പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മിണി ജോർജിനോർത്ത് പ്രാർത്ഥിക്കാം. സൗഖ്യം ദൈവം നൽകുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. താര ജോണിയോർത്ത് പ്രാർത്ഥിക്കാം. പൂർണ്ണമായ സൗഖ്യം ലഭിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം ജോണിയുടെ കുഞ്ഞിനും അസ്വസ്ഥത ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ ശുശ്രൂഷയിൽ ഇവിടെ ക്യാമറമാനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുഞ്ഞിനും അത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രാവിലെ വിവരം ലഭിച്ചിരിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കുവാൻ അദ്ദേഹം സഹായിക്കുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. റോയ് തോമസിനെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കാം. അദ്ദേഹം കാൽമുട്ടിൻ്റെ വേദനയ്ക്ക് അദ്ദേഹം സൗഖ്യം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. KC സാമുവലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ആൽസൈമേഴ്സ് മറവി രോഗമാണ്. തന്നെയാണ് അവിവാഹിതനായ പട്ടക്കാരനാണ്. അപ്പോൾ മറവി രോഗം നിമിത്തം വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കുന്നത്. ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ആരൊക്കെ ചെന്നിരുന്നാലും ആ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് കർത്താവ് അദ്ദേഹത്തിന് ആശ്വാസവും അതേ വിടുതലും നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ എലിസബത്ത് മാത്യുവിനോത്ത് പ്രാർത്ഥിക്കാം. ആ സഹോദരിക്കും ആൽസൈമേഴ്സാണ്. കർത്താവ് ആശ്വാസം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടാതെ ജെസ്സി, ബേബി തുടങ്ങിയവർ അനേക സഹോദരിമാർ കോവിഡ് കെയറിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെ ദൈവം കാത്ത് സൂക്ഷിക്കുന്നതിനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അറ്റ്ലാന്റയിൽ ജെസ്സി ബേബി ഉണ്ട്. അതേ രജി ജബു ന്യൂയോർക്കിൽ, റേച്ചൽ മാത്യു ന്യൂയോർക്ക്, അൻസു വർഗീസ് ന്യൂയോർക്ക്, അതേ ബീന ജോൺ ന്യൂയോർക്ക്, വിജി മേരി ന്യൂയോർക്ക്, ഡോക്ടർ റീന ന്യൂയോർക്ക്, അതേ കോവിഡ് ശുശ്രൂഷ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നു. ജെയ്മി അബുദാബിയിൽ പ്രവർത്തിക്കുന്നു. വത്സ ഫ്യൂജറയിൽ നിന്ന് എഴുതിയിരിക്കുന്നു. റോസമ്മ ജേക്കബ് ലണ്ടൻ. അതോടൊപ്പം അഞ്ജലി ഉണ്ട് UK, ടിസി ഷാർജ തുടങ്ങിയ സഹോദരിമാരെല്ലാം അവരുടെ അവസ്ഥയിൽ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കുകയാണ്. കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. പുതിയ വാർഡുകൾ തുറക്കുന്നു. കൂടുതൽ പരിചരണത്തിനായിട്ട് ഇവരെ നിയമിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കർത്താവ് അവരെ പ്രത്യേകമായിട്ട് കാത്തു സൂക്ഷിക്കുന്നതിനായിട്ട് പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. കൂടാതെ മേരി എബ്രഹാം, അതോടൊപ്പം തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സോണി ജോൺ
നമുക്ക് പ്രത്യേകമായിട്ട് സോഫി ജോണിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടെ പ്രസവം സുഖകരമായി അവർക്ക് കുഞ്ഞിന് വ്യാപത്തിൽ നടക്കുവാൻ കൊണ്ടും സഹായിക്കുന്നതിനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഗിനിയ ബിസോയിലെ പ്രിയപ്പെട്ട തോമസിൻ്റേതായിട്ടുള്ള ആ ജോലിയുടെ വിസ എക്സ്റ്റെൻഡ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അരുൺ സാബുവിനെ മാനസികമായിട്ടുള്ള വൈകല്യത്തിൽ നിന്ന് രക്ഷിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എറണാകുളത്ത് ജോസും ജെസ്സിയും ഓർത്ത് പ്രാർത്ഥിക്കാം. അവരുടേതായിട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മറ്റ് പ്രശ്നങ്ങൾക്കും ദൈവാശ്വാസം നൽകുന്നതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ വേണ്ടിയിട്ട് വിഷമിക്കുന്ന അനേക സഹോദരങ്ങളുണ്ട്. കടഭാരങ്ങൾ നിമിത്തം വിഷമിക്കുന്നുണ്ട്. അവരെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം. കൂടാതെ ന്യായമായി ഗവൺമെൻറ്റിന് ലഭിക്കേണ്ടതായിട്ടുള്ള വേതനങ്ങൾ ലഭിക്കാതെ കഷ്ടപ്പെടുന്ന സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈശോ ചായനേതായിട്ടുള്ള KG ഈശോ അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞെങ്കിലും അദ്ദേഹത്തിന് ലഭിക്കാനുള്ള വേതനം ആ ഗവൺമെൻറ്റിന് ലഭിക്കാൻ തക്കോണം ഷാർജയിൽ അതിനുവേണ്ടി ഫയൽ ചെയ്തു. അതൊക്കെ ലഭ്യമാകുന്ന തക്കോണം അനുവദിച്ചുവെങ്കിലും കയ്യിൽ ഇതുവരെയും കിട്ടുന്നില്ല. അപ്പോൾ തടസ്സം മാറ്റുന്നതിനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം PI ഇട്ടി ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ESIയുടെ റീഫണ്ട് ഡൽഹിയിൽ നിന്നും അനുവദിക്കേണ്ടതാണ്. ഭീമമായ തുകയാണ്, ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് അദ്ദേഹത്തിൻ്റെ ആ ചികിത്സ നടത്തിയത്. ദൈവത്തിന് കാരണം അദ്ദേഹത്തെ കർത്താവ് രക്ഷിച്ചു. എന്നാൽ ഇത് ന്യായമായി ESIയിൽ നിന്ന് കൊടുക്കേണ്ടതാണ്. അത് ലഭിക്കാതെ അവർ വളരെയധികം ക്ലേശിക്കുന്നു. അത് ലഭ്യമാകുന്നതിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മൾ ദൈവത്തിന് വെച്ച ചെറുപ്പക്കാരുണ്ട്. അവരെ കർത്താവ് സന്ദർശിച്ചാൽ മതിയാകത്തുള്ളൂ. ഡോക്ടർ സഞ്ജയ് ഓർത്ത് പ്രാർത്ഥിക്കാം. നിവിനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ലെറ്റൂസ് എന്ന് പറഞ്ഞ സഹോദരി ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളായിട്ട് നാം വാർഷികോപവാസത്തിൽ സമർപ്പിച്ച അതിപ്രധാനമായ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൂടാതെ ക്യാൻസർ നിമിത്തം കഷ്ടപ്പെടുന്ന ഒരുപാട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് 100 കണക്കിന് പ്രാർത്ഥനാ റിക്വസ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അവയെല്ലാം നാം തിങ്കളാഴ്ച വൈകിട്ട് നടക്കുന്ന പ്രത്യേകമായ നമുക്ക് പ്രാർത്ഥിക്കാമെന്ന ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. കൂടാതെ ഇവിടെ നടത്തപ്പെടുന്ന പ്രെയർ സോണിൻ്റെ പ്രത്യേക പ്രാർത്ഥനകളിലും നിങ്ങൾ അയച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഉള്ള ക്രമീകരണം കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വാർഷിക ഉപവാസത്തിന് ലഭിച്ച എല്ലാ ആരൊക്കെ പേരയച്ചിട്ടുണ്ടോ, ആരൊക്കെ വിഷയങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ഓർത്ത് ഞാൻ പ്രത്യേകമായിട്ട് മറ്റു ശുശ്രൂഷകൾ വെട്ടിച്ചുരുക്കി പ്രാർത്ഥിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും മറുപടി ഉറപ്പാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, നിങ്ങളും പൂർണ്ണ വിശ്വാസത്തോടും പൂർണ്ണ സമർപ്പണത്തോടും കർത്താവ് ആഗ്രഹിക്കുന്ന രീതിയിൽ ആയിത്തീരണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഒരു പ്രെയർ റിക്വസ്റ്റ് അയച്ചതോട് മാത്രം അല്ലെങ്കിൽ ബലഹീന ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന പ്രാർത്ഥിച്ചതോട് മാത്രം സൗഖ്യം ലഭിക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നാം ആയിത്തീരുമ്പോഴാണ് കർത്താവിന് നമ്മുടെ കരുണ തോന്നി പ്രവർത്തിക്കുന്നത്. അപ്രകാരം ആയിത്തീരുവാൻ ഞങ്ങളെല്ലാവരും ശ്രമിക്കണം. കേവലം ഒരു പ്രെയർ റിക്വസ്റ്റ് അയച്ച് അതേ കാര്യം സാധിക്കാമെന്ന് കരുതരുത് എന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. പക്ഷേ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞങ്ങളെ ആരൊക്കെ ആവശ്യപ്പെടുന്നു അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. പക്ഷേ എന്നോട് ഞാനൊരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ എത്രമാത്രം നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യം ഉണ്ടെന്ന് ആ തരുണത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയുന്നത്. കർത്താവിൻ്റെ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും എത്രയോ പേർ അനുഭവിച്ചു കഴിഞ്ഞു ഈ 3-4 ദിവസത്തിനുള്ളിൽ. അപ്പം നിങ്ങൾക്കെല്ലാം അത് പ്രാപിക്കുവാൻ കഴിയും. അതുകൊണ്ട് അതിനുവേണ്ടി പ്രത്യേകമായിട്ട് ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് നിങ്ങളുടെ സ്നേഹത്തോട് പ്രത്യേകമായിട്ട് ഓർപ്പിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സുഖസൗഖ്യം തേടിയങ്ങ് പാദപീഠത്തിൽ, സുഖസൗഖ്യം തേടിയങ്ങ് പാദപീഠത്തിൽ വരുന്നു ഞാൻ യേശുവേ, കൈവെടിയരുതേ. വരുന്നു ഞാൻ യേശുവേ, കൈവെടിയരുതേ. ആണിയേറ്റ പൊൻകരമി സാധുവിന്മേൽ വച്ചു നീ. ആണിയേറ്റ പൊൻകരമി സാധുവിന്മേൽ വച്ചു നീ. സൗഖ്യമാക്കി അയക്കണം ഏഴയെ പൊന്നേശുവേ, സൗഖ്യമാക്കി അയക്കണം ഏഴയെ പൊന്നേശുവേ. കുരുടർക്കും മുടന്തർക്കും സൗഖ്യമേകിയ, കുരുടർക്കും മുടന്തർക്കും സൗഖ്യമേകിയ യേശുവേ ഈ സാധുവിന്മേൽ മനസ്സലിയണമേ. യേശുവേ ഈ സാധുവിന്മേൽ മനസ്സലിയണമേ. ആണിയേറ്റ പൊൻകരമി സാധുവിന്മേൽ വച്ചു നീ.
ആണിയേറ്റ പൊൻകരമി സാധുവിന്മേൽ വച്ചു നീ സൗഖ്യമാക്കി അയക്കേണം ഏഴയെ പൊന്നേശുവേ സൗഖ്യമാക്കി അയക്കേണം ഏഴയെ പൊന്നേശുവേ സുഖ സൗഖ്യം തേടിയങ്ങ് പാദപീഠത്തിൽ സുഖ സൗഖ്യം തേടിയങ്ങ് പാദപീഠത്തിൽ വരുന്നു ഞാനേശുവേ കൈവെടിയരുതേ വരുന്നു ഞാനേശുവേ കൈവെടിയരുതേ ആണിയേറ്റ പൊൻകരമി സാധുവിന്മേൽ വച്ചു നീ ആണിയേറ്റ പൊൻകരമി സാധുവിന്മേൽ വച്ചു നീ സൗഖ്യമാക്കി അയക്കേണം ഏഴയെ പൊന്നേശുവേ സൗഖ്യമാക്കി അയക്കേണം ഏഴയെ പൊന്നേശുവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. സ്നേഹിതയായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവും ദൈവമേ, ഈ പുതിയ വർഷത്തിൽ വീണ്ടും അവിടുത്തെ തിരുസന്നിധിയിലേക്ക് കർത്താവേ ശുശ്രൂഷ നാമത്തിൽ കടന്നു വരുവാൻ ഞങ്ങളെ സഹായിച്ചിരിക്കുന്നതിനായിട്ട് നന്ദിയോടെ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും അവിടുത്തെ ഓമനക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവെ കഴിഞ്ഞ 10-12 മാസക്കാലം കോവിഡിൻ്റെ മഹാകെടുതിയിൽ നിന്നും നീ ഞങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളുടെ കൂടാരങ്ങളെ സൂക്ഷിച്ചു, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ സൂക്ഷിച്ച എല്ലാ വലിയ ദയക്കായിട്ടും കരുണകൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. ഞങ്ങളൊരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ അവിടുന്ന് ചെയ്ത എല്ലാ മുഖാന്തരങ്ങൾക്കായിട്ടും സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പുതിയ വർഷം പുതിയ കൃപകളോടും അനുഗ്രഹങ്ങളോടും കർത്താവ് മുന്നേറുവാൻ തക്കവണ്ണം കോവിഡിൻ്റെ കെടുതികളെ തരണം ചെയ്യുവാൻ അതിന് കർത്താവ് യാതൊരു ആക്രമണവും ഞങ്ങളുടെ മേൽ ഉണ്ടാകുവാനിടയാ നീ ഞങ്ങളുടെ കവചവും പലകയും പരിചയവുമായി ഞങ്ങളെ വഴി നടത്തുവാൻ തക്കവണ്ണം കർത്താവെ സഹായിക്കണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷയിലൂടെ കർത്താവ് അവിടുത്തെ സ്ഥലത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരെയും അങ്ങ് സൂക്ഷിക്കണമേ. അവരുടെ കൂടാരങ്ങൾക്ക് അങ്ങ് കാവൽക്കാരനായിരിക്കണമേ. ഇസ്രായേലിൻ്റെ കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, ഉറക്കം തൂകുന്നുമില്ല. യഹോവ പരിപാലകനായി ഞങ്ങളെ വഴി നടത്തണമെന്ന് പ്രത്യേകമായിട്ട് ഞങ്ങളുടെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കൊടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ സൗഖ്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഉപവാസ പ്രാർത്ഥനകൾ കർത്താവെ അവിടുത്തെ സ്ഥലം സമർപ്പിച്ച വിഷയങ്ങൾക്കൊക്കെയും അങ്ങ് അത്ഭുതകരമായ മറുപടി തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വാത്സല്യങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾ ഇന്ന് സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളെ അങ്ങ് ഓർക്കണം. ഞങ്ങളുടെ രോഗികളെ അങ്ങ് ഓർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത്. ക്യാൻസർ രോഗികളെ ഓർക്കണമേ. നാനാ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്നവരായ സഹോദരങ്ങളെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുകയാണ്. കോവിഡ് രോഗത്തിൽ മൂലം കർത്താവ് കഷ്ടപ്പെടുന്ന രോഗത്തെ പ്രാർത്ഥിക്കുന്നു. കോവിഡ് രോഗങ്ങളെ ശുശ്രൂഷിക്കുന്ന മക്കളെ ഒത്ത് പ്രാർത്ഥിക്കുന്നവർക്ക് കാവൽക്കാരനായിരിക്കണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കടഭാരം കൊണ്ട് മുന്നോട്ട് വൻ കർത്താവ് കഴിവില്ലാത്തവരെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നീ ഓരോരുത്തരെയും ഓർക്കണേ. മദ്യപാന നിമിത്തം കുടുംബജീവിതം നശിപ്പിക്കുന്ന വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നീ കരുണ ചെയ്യണമേ കർത്താവ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവാഹം നടക്കാത്ത സഹോദരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ കരം പ്രവർത്തിച്ച എൻ്റെ മക്കളുടെ സങ്കടയാതനകൾക്ക് മറുപടി നൽകുവാൻ പ്രസാദിക്കണമെന്ന് അവിടുത്തെ സ്നേഹത്തോടെ ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. അടിനെ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്ന അങ്ങേഴയിലും അങ്ങയിലെ കൊണ്ട് സൂക്ഷ്മമായിപ്പോൾ സഹായിക്കണമേ. നീ എൻ്റെ ശബ്ദവും ശക്തിയും ഭാഷയുമായി വഴി നടത്തണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ലോകത്തിലെ നാനാരാജ്യങ്ങളിൽ സൂക്ഷിച്ച് പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു. നീ അവർക്ക് കാവൽക്കാരനായിരിക്കണം, അവരുടെ കൂടാരങ്ങൾ കാവൽക്കാരനായിരിക്കണമേ. നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ തക്കവണ്ണം എളിയ ശുശ്രൂഷയിലൂടെ കൂടുതലായി സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാണമേ. ആമേൻ. ഈ പുതിയ വർഷത്തിൽ കോവിഡ് മഹാമാരി നമുക്ക് ബാക്കി പത്രമായിട്ട് വെച്ചിരിക്കുന്നത് ഒരു വലിയ സമൂഹത്തെയാണ്. കഴിഞ്ഞ വർഷം നാം പരിശോധിക്കുമ്പോൾ 8,43,00,000 ജനങ്ങൾക്കാണ് കോവിഡ് പകർന്നത്. അതിൽ 5,63,00,000 ജനങ്ങൾ രോഗവിമുക്തരായി. 18,34,000-ത്തിലധികം പേർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അപ്പം ഇങ്ങനെ ഒരു ബാക്കി പത്രവുമായിട്ടാണ് നാം പുതിയ വർഷത്തിൽ പ്രവേശിച്ചിരിക്കുന്നത്. ഒട്ടും നല്ലതല്ലാത്ത ഒരവസ്ഥയാണ് ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. രോഗവ്യാപനം കുറഞ്ഞുവെന്ന് അവകാശപ്പെടുമ്പോഴും അതിശക്തമായ ഇതിൻ്റെ പുതിയ രൂപങ്ങൾ പ്രത്യക്ഷപ്പെടുകയാണ്. അതിവേഗം പടരുന്ന പുതിയ കോവിഡിൻ്റേതായിട്ടുള്ള അണുക്കളാണ് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ കോവിഡ് പ്രതിരോധ പ്രതിവിധി
ശുശ്രൂഷയുടെ ആവശ്യകത വീണ്ടും വർദ്ധിക്കുകയാണ്. കോവിഡ് വാക്സിൻസ് അനേക രാജ്യങ്ങളിൽ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. ഭാരതത്തിൽ ഇന്ന് അതിൻ്റെ ട്രൈ റണ്ണ് നടക്കുകയാണ്. 3-4 ദിവസത്തിന് ശേഷം വ്യാപകമായിട്ട് അത് ഉപയോഗിക്കപ്പെടും. എന്നാൽ ആ പരീക്ഷണങ്ങളുടേതായിട്ടുള്ള പൂർണ്ണമായ പരിണാമം എന്താണെന്ന് ആർക്കും നിർവചിക്കുവാൻ കഴിയുന്നില്ല. ഇപ്പോഴും കോവിഡിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നോ കീഴടക്കുവാൻ കഴിയുമെന്നോ ആർക്കും അവകാശപ്പെടുവാനും കഴിയുന്നില്ല. WHO എന്ന് പറയുന്ന സംഘടന ഒരു വാക്സിൻ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. എന്നാൽ അവർക്ക് പോലും 100% ഉറപ്പ് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പ്രതിവിധിക്ക് നാം പരിശ്രമിക്കുമ്പോൾ നമ്മുടെ മുൻപിൽ ഇപ്പോഴും അത്യുന്നതനായ ദൈവത്തിൻ്റെ വലിയ കരം പ്രവർത്തിച്ചാൽ മാത്രമേ ഇതിന് പ്രതിരോധവും പ്രതിവിധിയും ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മുൻപോട്ട് പോകുന്ന അവസ്ഥയിലാണ് 2020 അവസാനത്തെ 3 ദിനരാത്രങ്ങൾ ഒരു ത്രിദിന ഉപവാസ പ്രാർത്ഥനയിലൂടെയാണ് നാം പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചത്. ആ ത്രിദിന ഉപവാസ പ്രാർത്ഥനയിൽ സർവശക്തനായ ദൈവം നമ്മോട് അരുളി ചെയ്തത് പുതിയ വർഷത്തിൽ ദൈവത്തിൻ്റേതായിട്ടുള്ള പ്രവർത്തനം എങ്ങനെയാണെന്നുള്ളതാണ്. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ദൈവജനത്തെ ആസ്പദമാക്കിയുള്ള കാര്യമാണ്, അല്ലാതെ ലോകത്തുള്ള എല്ലാ ജനങ്ങൾക്കുമല്ല. എല്ലാ ജനങ്ങൾക്കും അത് പ്രാപിക്കുവാൻ കഴിയും. പക്ഷേ അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആശ്രയിക്കുകയും ചെയ്യുന്നവർക്കുള്ളൊരു ദൂതാണ്. യെശയ്യാ പ്രവചനം 66-ാം അധ്യായം 13-ാം വാക്യത്തിൽ അത് കാണുവാനായിട്ട് കഴിയും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം പ്രാപിക്കും. അതിമഹത്തായിട്ടുള്ള ഒരു ദൂതാണ് ദൈവം നൽകിയിരിക്കുന്നത്. പക്ഷേ പരമപ്രധാനമായ ചോദ്യം, ആരോടാണ് ദൈവം അത് അരുളി ചെയ്യുന്നത്? ദൈവത്തിൽ ആശ്രയം വെക്കുകയും ദൈവത്തെ നോക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തിൽ സ്വയം സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോടാണ് ദൈവം ആ വലിയ വാഗ്ദത്തം നൽകുന്നത്. നാം നോക്കുമ്പോൾ കോവിഡിൻ്റെ ഭയാനകമായ കെടുതി ലോകത്തിൻ്റെ നാനാ മേഖലകളെയും തളർത്തി കളഞ്ഞിരിക്കുകയാണ്. കോവിഡ് രോഗം വരണമെന്നില്ല. രോഗത്തിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ, സാമ്പത്തിക മേഖലയുടെ തകർച്ചകൾ, വിദ്യാഭ്യാസ മേഖലയുടെ തകർച്ച, സാമൂഹ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന തളർച്ച, അങ്ങനെ കോവിഡ് മൂലം ജനജീവിതം സ്തംഭിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ആശ്വാസത്തിനായിട്ട് ആരെ നോക്കണമെന്നറിയാതെ മുൻപോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവം ഇപ്രകാരം അരുളി ചെയ്യുന്നത്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. പലപ്പോഴും ആശ്വാസം പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിയാത്ത സാഹചര്യങ്ങളിലാണ് അനേകർ ഈ കെടുതിയിൽ ഈ ലോകത്തോട് തന്നെ യാത്ര പറയുവാൻ തക്കവണ്ണം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻപ് എന്നത്തേക്കാളും ആത്മഹത്യാ നിരക്ക് ഏറ്റവും കൂടിയ ഒരു കാലഘട്ടമായിരുന്നു 2020. അതിൻ്റെ കാരണം അവർക്ക് ആശ്വാസം നൽകുവാൻ തക്കവണ്ണം ഒരു സാഹചര്യം ഇല്ലായിരുന്നു. അപ്പോൾ അത്യുന്നതനായ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ, സർവശക്തനായ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ, ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുമ്പോൾ ദൈവം ആശ്വാസം നൽകുമെന്ന് വളരെ വ്യക്തമായിട്ട് അരുളി ചെയ്യുകയാണ്. അത് ഒരു ക്രൈസ്തവ വിശ്വാസി എന്നുള്ള നാമധേയത്തിലല്ല,
സർവശക്തനായ ദൈവത്തിൽ സമ്പൂർണ്ണമായി സമർപ്പിച്ച് വിശ്വസിച്ച് മുൻപോട്ട് പോകുമ്പോൾ ദൈവം സമ്പൂർണ്ണമായ ആശ്വാസം പകരും എന്ന് വളരെ വ്യക്തമായിട്ട് അരുളി ചെയ്യുകയാണ്. ദൈവസന്നിധിയിൽ 3 രാവും 3 പകലും ഉപവസിച്ചപ്പോൾ ദൈവം നൽകിയ ഈ വലിയ സന്ദേശം ആർക്കാണ് അനുഭവമാക്കുവാൻ കഴിയുന്നത്? ദൈവത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നവർക്കല്ല, അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നവർക്കല്ല, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കൊണ്ടല്ല, പിന്നെയോ വളരെ വ്യക്തമായിട്ട് ദൈവം അരുളി ചെയ്യുകയാണ്. ആദിമ സ്നേഹത്തിലേക്ക് മടങ്ങി വന്ന് ആദ്യത്തെ പ്രവർത്തികൾ ചെയ്യുന്നവർക്കാണ് ദൈവത്തിൻ്റെ ഈ വലിയ വാഗ്ദത്തം നൽകപ്പെടുന്നത്. എന്ന് പറയുമ്പോൾ ദൈവത്തെ രുചിച്ചറിഞ്ഞ് ദൈവനാമ മഹത്വത്തിനായി പ്രവർത്തിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിച്ച ശേഷം ദൈവത്തെ മറന്ന് തങ്ങളുടേതായിട്ടുള്ള വഴികളിലേക്ക് പോയ സമൂഹത്തോടാണ് ദൈവം പറയുന്നത്, ആദ്യത്തെ സ്നേഹം അതാവശ്യമായിരിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ആദ്യമേ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ കഴിയാത്തത് കൊണ്ടാണ് ആ സ്നേഹത്തെ വിട്ടുപിരിഞ്ഞ് മുൻപോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തെ വിട്ടുപിരിഞ്ഞ് പോകുമ്പോൾ ദൈവത്തിന് വേണ്ടിയുള്ള പ്രവൃത്തികളും നഷ്ടപ്പെടുകയാണ്. ഇസ്രായേൽ മക്കളുടെ വലിയ പാപം, ദൈവം ക്രൂരമായി ശിക്ഷിച്ച പാപം, അന്യദൈവങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതായിരുന്നു. പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും രുചിച്ചറിഞ്ഞ ശേഷം ആ ദൈവത്തെ മറന്നുകൊണ്ട് അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം ദൈവമക്കളെന്നുള്ള വ്യാജേന മുൻപോട്ട് പോകുന്നുണ്ട്. ദൈവത്തിന് ഒരിക്കലും അത് സഹിക്കാവുന്ന പാപമല്ല. ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിച്ചു ദൈവം അതിശ്രേഷ്ഠമായ പദവികൾ, അതിശ്രേഷ്ഠമായ അനുഗ്രഹങ്ങളൊക്കെയും നൽകി, അതിശ്രേഷ്ഠമായ കൃപകളും കൃപാവരങ്ങളും ഒക്കെ പ്രാപിച്ച ശേഷം സ്വന്തം താല്പര്യങ്ങൾക്കായിട്ട് അന്യദൈവങ്ങളെ ആരാധിക്കുവാനായിട്ട് കടന്നു പോകുമ്പോൾ അത് ഏറ്റവും ശിക്ഷാർഹമായ പാപമാണ്. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ആദ്യത്തെ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. അന്യദൈവങ്ങളെന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിലുള്ള അന്യദൈവങ്ങളുണ്ട്, അല്ലാതെ ലോകത്തിൻ്റേതായിട്ടുള്ള മോഹങ്ങളിലേക്കും ലോകത്തിൻ്റേതായിട്ടുള്ള പ്രൗഢികളിലേക്കും ലോകത്തിൻ്റെ ആകർഷണങ്ങളിലേക്കും ദൈവത്തേക്കാൾ ഉപരിയായുള്ള ശ്രദ്ധ നടത്തിക്കൊണ്ട് അവയെ സ്നേഹിച്ചു പോകുമ്പോൾ അവയൊക്കെ അന്യദൈവങ്ങളായിട്ട് മാറുകയാണ്. നാം അവയെ ഉപേക്ഷിച്ചിട്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. സർദീസിലെ സഭയെ ആധാരമാക്കിയാണ് ദൈവം ഇത് കൽപ്പിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു ആദിമ സഭകളിലെ 7 സഭകളായ സഭകളിലെ സർദീസിലെ സഭയെ നോക്കിക്കൊണ്ടാണ് ഇത് പറയുന്നത്. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത്, ജീവനുണ്ടെന്ന് നിങ്ങൾ പറയുന്നുവെങ്കിലും നിങ്ങൾക്ക് ജീവനില്ല, നീ മരിച്ചവനാണ്. കാരണം ഇന്ന് ദൈവത്തെ മറന്നുകൊണ്ട് മുൻപോട്ട് പോകുമ്പോഴും ദൈവത്തെ സ്നേഹിക്കുവാനോ ദൈവത്തെ അനുസരിക്കുവാനോ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാനോ കൂട്ടാക്കാതെ മുൻപോട്ട് പോകുമ്പോൾ നീ ജീവനുണ്ടെന്ന് അവകാശപ്പെടുന്നുവെങ്കിലും നീ മരിച്ചവനാണ്. സർദീസിലെ സഭയോട് കർത്താവ് പറയുന്ന കാര്യം അതാണ്. അതുകൊണ്ട് ഈ മരിച്ച അവസ്ഥയിൽ എന്ന് പറയുമ്പോൾ നിൻ്റെ ശരീരം ജീവനുണ്ട്, ശരിയാണ്, പക്ഷെ അവയവങ്ങളൊക്കെയും മരിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതുകൊണ്ട് കർത്താവ് പറയുകയാണ്, ചാവാറായ ഈ ശേഷിപ്പുകളെ പുനർജീവിപ്പിക്കുവാൻ നീ ആദ്യമ സ്നേഹത്തിലേക്ക് മടങ്ങി വരണം. ആദ്യം നീ പ്രവർത്തിച്ചത് എങ്ങനെയാണോ അതിലേക്ക് മടങ്ങി വരണം. ആദ്യത്തെ പ്രവൃത്തികൾ വീണ്ടും ചെയ്യുവാൻ ആഗ്രഹിക്കണം. ആഗ്രഹിക്കുകയല്ല, ആദ്യത്തെ പ്രവൃത്തികൾ വീണ്ടും ചെയ്യണം. പക്ഷേ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അത്
ഏതാണ്ട് 24 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു. എത്ര പേർക്ക് അപ്രകാരം ആദ്യ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ കഴിയുന്നുണ്ട്? പ്രതികാരവും വഞ്ചനയും മ്ലേച്ഛതയും വിടുവാൻ കഴിയാതെ, ദുരഭിമാനം വിടുവാൻ കഴിയാതെ നീട്ടിവെക്കുന്ന, മാറ്റിവെക്കുന്ന പിശാചിൻ്റെ തന്ത്രത്തിലാണ് അനേകർ വീണിരിക്കുന്നത്. അതെ, അല്പം കൂടെ കഴിയട്ടെ, എനിക്കൊരു വർഷത്തെ സമയം വേണം, അല്ലെ 6 മാസത്തെ സമയം വേണം, അല്ലെ 3 മാസം കഴിഞ്ഞ് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്ത്രപൂർവം ദൈവത്തിൻ്റേതായിട്ടുള്ള കൽപ്പനയെ തിരസ്കരിക്കുന്ന ഒരു വലിയ സമൂഹം നമ്മുടെ മുൻപിലുണ്ട്. മൂഢ, ഈ രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ നിന്നോട് ചോദിച്ചാൽ നീ എന്താണ് ചെയ്യുന്നത്? കർത്താവിനെ ചോദിച്ച ചോദ്യമാണ്. മരണം നിശ്ചയം, സമയം നിശ്ചയമല്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരുപാട് സമയം ബാക്കിയുണ്ട്. നാം നിർണയിക്കുന്ന അവസ്ഥയിലാണ് ദൈവം പ്രവർത്തിക്കുന്നത് ധരിച്ചാണ് പറയുന്നത്. എനിക്കൊരു വർഷം അല്ലെ 2 വർഷത്തെ സമയം ഞാൻ ദൈവസന്നിധിയിൽ ചോദിച്ചിട്ട്, ദൈവം എനിക്കൊരു വർഷം കൂടെ തരണമേ. ദൈവം 1 വർഷത്തെ സമയം എടുത്തുകൊണ്ട് തീരുമാനിക്കാനല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. ഇതാകുന്നു സുപ്രസാദകാലം, ഇതാകുന്നു രക്ഷാ ദിവസം. അതുകൊണ്ട് അപ്രകാരം തീരുമാനമെടുത്തുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുന്നവർക്കാണ് ദൈവത്തിൻ്റെ ആശ്വാസം വാഗ്ദത്തം ചെയ്യുന്നത്. അമ്മയെ പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. 1 യോഹന്നാൻ 4:8 നാം കാണുന്നുണ്ട്, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല, സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിയുന്നില്ല. എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. എന്തെന്നാൽ ദൈവം സ്നേഹമാകുന്നു. ദൈവം സ്നേഹമാകുന്നു. എൻ്റെയും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഈ സ്നേഹം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. ഇവിടെ അത്യുന്നതനായ ദൈവം സ്നേഹത്തിന് പര്യായം പറയുകയാണ്. അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ അമ്മയ്ക്ക് ആശ്വാസം നൽകുവാൻ കഴിയണമെങ്കിൽ അപ്രകാരമുള്ള സ്നേഹമുണ്ടാകണം. ആ സ്നേഹത്തെക്കുറിച്ച് തിരുവചനത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിന് 4 തലങ്ങളുണ്ട്. മാതാപിതാക്കന്മാരും സഹോദരങ്ങളുമൊക്കെയും പരസ്പരം നൽകുന്ന സ്നേഹം സ്റ്റോർഗേ. ആ സ്നേഹത്തിന് അതാണ് പറയുന്നത്. സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം അതിന് ഫീലിയോ എന്നാണ് പറയുന്നത്. ലൈംഗികമായ സ്നേഹം അത് നിറോസ് എന്നാണ് പറയുന്നത്. എന്നാൽ എല്ലാം മറക്കുന്ന, എല്ലാം ക്ഷമിക്കുന്ന, മറ്റൊരുവൻ്റെ അഭ്യുന്നതിക്ക് വേണ്ടി സദാ കാംക്ഷിക്കുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം എരിഞ്ഞടങ്ങുന്ന സ്നേഹം, ആ സ്നേഹത്തെ വിളിക്കുന്നത് അഗപ്പെ എന്നാണ്. ദൈവത്തിൻ്റെ ഓമനപുത്രൻ ഈ ലോകത്തിൽ വന്ന് എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാൻ തക്കവണ്ണം കാൽവറിയിൽ യാഗമായി സ്വയം അർപ്പിച്ചത് ആ സ്നേഹത്തിലാണ്. അഗപ്പെ, സ്വയം സമർപ്പിച്ച്, സ്വയം ജീവൻ അർപ്പിച്ച് നമ്മളെ രക്ഷിക്കുവാൻ തക്കവണ്ണം ഒരു പ്രതിഫലവും പ്രതീക്ഷിക്കാത്ത സ്നേഹം. ഒരമ്മയുടെ സ്നേഹം ആ സ്നേഹമാണ് അഗപ്പെ. അഗപ്പെ എന്ന സ്നേഹത്തിൻ്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരമ്മയുടെ സമീപനത്തിൽ നിന്നാണ്. ഒന്നാമതായിട്ട്, ഇറ്റ്സ് എ സെൽഫ് സാക്രിഫൈസിങ് ലവ്. തൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ട് സ്വന്തം ജീവൻ പോലും ഉപേക്ഷിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത സ്നേഹമാണ് അമ്മയുടെ സ്നേഹം. അതിലുപരിയായിട്ടുള്ള ഒരു കാര്യം അവിടെ ഇല്ല. 10 പതിറ്റാണ്ടുകൾക്ക് മുൻപ് വെയിൽസിൽ ഒരമ്മയും കുഞ്ഞും, ദരിദ്രരായ അമ്മയാണ് ഉണ്ടായിരുന്നു. ദാരിദ്ര്യത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ അവിടെ നിന്നും 10 മൈൽ അകലെയുള്ള പട്ടണത്തിലേക്ക് തൻ്റെ പിഞ്ചോമനെയും മാറിലേറ്റിക്കൊണ്ട് അവൾ യാത്രയായി. അല്പം കഴിഞ്ഞപ്പോൾ അതിഭയങ്കരമായ മഞ്ഞുവീഴ്ച, സ്നോ സ്റ്റോം ഉണ്ടായി.
അയലത്തുകാർക്കെല്ലാം മനസ്സിലായി ഈ സ്ത്രീ അപകടത്തിലാകുമല്ലോ. പക്ഷേ കടുത്ത ഹിമപാതത്തിൽ ആർക്കും പെട്ടെന്ന് ഓടിച്ചെന്ന് രക്ഷിക്കുവാൻ കഴിയുകയില്ല. 10 ചെറുപ്പക്കാർ അതിനായിട്ട് തുനിഞ്ഞു. അവളുടെ പിന്നാലെ അവൾ പോയ വഴിയിൽ പോയി 10 മൈൽ യാത്ര ചെയ്യണം. അവസാനം വളരെ ബന്ധപ്പെട്ട് ഇവൾ ഒരു പാതയുടെ അരികിൽ കിടക്കുന്നത് അവർ കണ്ടുപിടിച്ചു. അവളുടെ ശരീരത്തിൽ നാമമാത്രമായ വസ്ത്രം മാത്രമേ ഉള്ളൂ. ആ ശരീരം അവൾ പൊക്കിയെടുത്തപ്പോൾ അവൾ പുതച്ചിരുന്ന വസ്ത്രങ്ങൾ, ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ മുഴുവൻ തൻ്റെ പൊന്നോമന കുഞ്ഞിനെ ചുറ്റി 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 വെച്ചിട്ട് അവൾ ആ കുഞ്ഞിൻ്റെ മേൽ കമന്ന് കിടക്കുകയാണ്. അങ്ങനെ ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതിന് വേണ്ടി തൻ്റെ വസ്ത്രത്തെ മുഴുവനായി അവനെ പൊതിഞ്ഞ് അവൻ്റെ മേൽ കിടക്കുകയാണ്. സ്ത്രീ മരിച്ചുപോയി, മരിച്ചു വിറങ്ങലിച്ച് കിടക്കുകയാണ്. കുഞ്ഞ് ജീവിച്ചു. ആ കുഞ്ഞ് പിൽക്കാലത്ത് വളർന്നു ഡേവിഡ് ലോയിഡ് ജോർജ് എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായി. വളരെ പ്രശസ്തനായ രീതിയിൽ പ്രവർത്തിച്ച മനുഷ്യൻ ഡേവിഡ് ലോയിഡ് ജോർജ് ഗ്രേറ്റ് ബ്രിട്ടൻ്റെ പ്രധാനമന്ത്രിയായി. എങ്ങനെയായി? തൻ്റെ അമ്മയുടെ ആ വലിയ സമർപ്പണം ആണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഒരമ്മയുടെ സ്നേഹമെന്ന് പറയുന്നത് സ്വയം ത്യജിച്ചുകൊണ്ട് സമ്പൂർണമായി തൻ്റെ കുഞ്ഞിനെ രക്ഷിക്കുവാൻ തക്കവണ്ണം സ്വന്തം ജീവൻ അർപ്പിക്കുന്ന സ്നേഹമാണ്. അമ്മയെപ്പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവം പറയുമ്പോൾ ആ സ്നേഹത്തിൻ്റെ അഗാധത അത്രമാത്രമാണ്. മാത്രമല്ല, അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്ത് തെറ്റുകൾ ചെയ്താലും അത് ഒരമ്മ പുറത്തിരിക്കും. എത്ര വട്ടം ചെയ്താലും പുറത്തിരിക്കും. വീണ്ടും വീണ്ടും ആവർത്തിച്ചാലും പൊറുക്കും. അതാണ് അമ്മയുടെ സ്നേഹം. തൻ്റെ കുഞ്ഞിനെ എപ്പോഴും പൊതിഞ്ഞു നിൽക്കുന്ന സ്നേഹമാണ് അമ്മയുടെ സ്നേഹം. പലപ്പോഴും അമ്മയുടെ സ്നേഹത്തിൻ്റെ അഗാധത മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയാറില്ല. രണ്ടാമതായിട്ട് നാം കാണുന്നത്, ഏത് കഷ്ടവും നഷ്ടവും സഹിച്ചാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ വളർത്തുവാൻ അമ്മ ശ്രദ്ധിക്കുന്നു. കഷ്ടനഷ്ടങ്ങളുടേതായിട്ടുള്ള അവസ്ഥകളിലും സ്വന്തം ജീവൻ ഓമിച്ചുകൊണ്ടാണ് തൻ്റെ കുഞ്ഞിനെ അമ്മ വളർത്തുന്നത്. ഏകയായിട്ടായിരിക്കാം, ഭർത്താവ് ഉപേക്ഷിച്ച അവസ്ഥയിലായിരിക്കാം, സമൂഹം ഉപേക്ഷിച്ച അവസ്ഥയിലായിരിക്കാം. അപ്രകാരം കഷ്ടങ്ങളുടെയും വേദനകളുടെയും താഴ്വരകളിൽ അമ്മ കുഞ്ഞിനെ വളർത്തുന്നു. ഒരമ്മയുടെ ശുശ്രൂഷ പോലെ മറ്റൊരു ശുശ്രൂഷ ലഭിക്കാൻ ഒരു കുഞ്ഞിന് സാധ്യമല്ല. ഒരു രോഗം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. അമ്മ നമ്മെ വേർപിരിയുകയില്ല. നമ്മോടൊപ്പം ഇരുന്ന, കുഞ്ഞിനോടൊപ്പം ഇരുന്ന, കുഞ്ഞിനെ പരിചരിക്കുന്ന, മാറോടണിച്ച് സൂക്ഷിക്കുന്ന അമ്മയുടെ സ്നേഹം എത്ര വലിയതാണ്. കൂടാതെ സദാ കൊച്ചു കുഞ്ഞുങ്ങളെ ഉപദേശിച്ച് ദൈവത്തിൻ്റെ മൂല്യങ്ങളൊക്കെയും ഒരു നല്ല അമ്മ എപ്പോഴും പറഞ്ഞു കൊടുക്കും. എപ്പോഴും ഞാൻ പുറകോട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും പൊങ്ങി വരുന്നത് എൻ്റെ അമ്മ ആദ്യമായിട്ട് എനിക്ക് പറഞ്ഞു തന്നെന്ന് ഞാൻ വിശ്വസിക്കുന്ന, അതാണല്ലോ ഓർമ്മയിലുള്ളത്, ഒരു 4 വരികളാണ്. കൊച്ചു കൊച്ചു ജീവവണ്ടി, ദൈവം നിർമ്മിച്ച ജീവവണ്ടി. യേശു ഡ്രൈവർ ഇല്ലെങ്കിൽ വണ്ടി ഉടനെ മറിഞ്ഞു പോകും. ഞാനൊരു CD അത് പാട്ടാക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന യേശുവിൻ്റേതായിട്ടുള്ള പ്രതിരൂപം വരച്ചിട്ടത് എൻ്റെ അമ്മയാണ്. അമ്മയുടെ പരിചരണമാണ്, അമ്മയുടെ സ്വഭാവവിശുദ്ധിയാണ് ബലഹീനനായ എന്നെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്തുന്നതെന്ന് ഞാൻ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അപ്പോൾ
അമ്മയുടെ ആശ്വാസം അത്രമാത്രമാണ്. ദൈവം പറയുന്നു, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. മാത്രമല്ല, ഒരു പരാതിയും അമ്മ കുഞ്ഞിനെക്കുറിച്ച് പറയുകയില്ല. പരാതിയില്ലാത്ത അവസ്ഥ. അമ്മമാരെ ഉപേക്ഷിച്ചിരിക്കുന്ന അനേക അധമന്മാരെ എനിക്ക് ഈ യാത്രയിൽ കാണുവാനായിട്ട് കഴിയും. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ മക്കൾക്കും മരുമക്കൾക്കും ഉള്ള സന്താനങ്ങൾ എങ്ങനെ ഇവരെ അന്വേഷിക്കും? അമ്മ തനിച്ച് കിടക്കുകയാണ്, ഒരു മുറിയിലെ ഒരു ഭവനത്തിൽ തനിച്ച് വീട്ടിൽ കിടക്കുകയാണ്. ഈ അവസ്ഥയിൽ പോലും അമ്മ ഒരിക്കലും തൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പരാതി പറയാറില്ല. എന്നാൽ നമ്മുടെ ദൈവം അമ്മമാരെ കരുതുന്ന ദൈവമാണ്. എങ്ങനെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ കഴിയും? അമ്മമാരെ ഇപ്രകാരമുള്ള തടവറയിലാക്കുന്ന അധമന്മാരെന്ന് ഞാൻ പറയും. എങ്ങനെ ദൈവത്തിൻ്റെ ആശ്വാസവും സമാധാനവും പ്രാപിക്കുവാൻ കഴിയും? കാരണം ദൈവം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾ യെരൂശലേമിൽ ആശ്വാസം കണ്ടെത്തും. യെരൂശലേം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ തലസ്ഥാന നഗരിയാണ്. യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവൻ നിൽക്കുന്ന സ്ഥലമാണ്. അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വരുന്ന അവസ്ഥയാണ്. ദൈവത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് യെരൂശലേം. അതെ, നിങ്ങൾക്ക് ആശ്വാസം ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കും. ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ ദൈവജനം കഷ്ടത്തിലും പ്രയാസത്തിലും വേദനയിലൂടെ കടന്നു പോകുമ്പോൾ നിലവിളിക്കാറുണ്ട്. യെശയ്യാ പ്രവചനം 49 അധ്യായം 14 വാക്യം വായിക്കുമ്പോൾ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, യഹോവ എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞു, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് സിയോൻ പറയുന്നു. എന്ന് സിയോൻ പറയുന്നു. ചില സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ദൈവത്തിൽ നിന്ന് പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാതെ വരുമ്പോൾ ദൈവജനം ചിലപ്പോൾ അപ്രകാരം പറയാറുണ്ട്. ബാബിലോണിൽ നീണ്ട പതിറ്റാണ്ടുകൾ അടിമകളായിട്ട് മുൻപോട്ട് പോയപ്പോൾ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കാതെ വന്നപ്പോൾ അവരുടെ പ്രമോദമായ ദൈവത്തിൻ്റെ തലസ്ഥാനമായ ദൈവത്തിൻ്റെ പ്രമോദമായി യെരൂശലേം ചുട്ടുകരിച്ച യെരൂശലേം ദേവാലയം തകർത്ത് അവിടുത്തെ അരമനകളും കൊട്ടാരങ്ങളും ഒക്കെയും തകർത്ത് ദൈവജനത്തെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് ബാബിലോണിൽ വന്ന് പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ദൈവം മൗനമായിരുന്നപ്പോൾ അവർ ചോദിച്ച ചോദ്യമാണ് നാം വായിച്ചു കേട്ടത്. 49:14 എന്താണ് പറയുന്നത്? യഹോവ എന്നെ ഉപേക്ഷിച്ചു, യഹോവ എന്നെ ഉപേക്ഷിച്ചു, ദൈവം എന്നെ മറന്നു കളഞ്ഞു, ദൈവം എന്നെ മറന്നു കളഞ്ഞു എന്ന് സിയോൻ പറയുന്നു. എന്ന് സിയോൻ പറയുന്നു. ദൈവത്തെ അവർ മറന്നു. അതിമനോഹരമായ യെരൂശലേം ദേവാലയം അവർക്ക് നൽകി, ദൈവം വേണ്ടതെല്ലാം നൽകി, പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് അവരെ ആക്കി വെച്ചപ്പോൾ അവർ ദൈവത്തെ മറന്നു. തൻ്റെ പ്രവാചകന്മാരെ അവർ നിന്ദിച്ചു, പ്രവാചകന്മാരെ കല്ലെറിഞ്ഞു കൊന്നു എന്ന് വേണ്ട, അപ്രകാരമുള്ള അതിഭയാനകമായിട്ടുള്ള അവസ്ഥയിലാണ്. ദൈവത്തിൻ്റെ മുന്നറിയിപ്പുകളൊക്കെ ത്യജിച്ച അവസ്ഥയിലാണ് അവരെ ദൈവം കഠിനമായി ശിക്ഷിക്കുന്നത്. അവരങ്ങനെ നിലവിളിച്ചപ്പോൾ ദൈവം അവർക്ക് നൽകുന്ന മറുപടി 15 വാക്യത്തിൽ കാണുവാൻ കഴിയും. ഒരു സ്ത്രീ തന്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കുമോ? തന്റെ മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു മുല കുടിക്കുന്ന കുഞ്ഞിനെ ഒരു സ്ത്രീക്ക് മറക്കാൻ കഴിയുമോ? കഴിയുകയില്ല. താൻ നൊന്തു പ്രസവിച്ച മകനെ ഒരു സ്ത്രീക്ക്, ഒരു അമ്മയ്ക്ക് മറക്കുവാൻ കഴിയുമോ? കഴിയുകയില്ല. എന്നാൽ മാനുഷികമായ ബലഹീനതയിൽ ആരെങ്കിലും അങ്ങനെ മറന്നുപോയാൽ പോലും ഞാൻ നിങ്ങളെ മറക്കുകയില്ല. ഒരമ്മയുടെ സ്നേഹത്തേക്കാൾ വലിയ സ്നേഹമാണ് എനിക്ക് നിങ്ങളോടുള്ളത്. നാം ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഇന്നത്തെ ലോകത്തിൽ കാണുന്നുണ്ട്.
കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്ന അമ്മമാരെ കാണുന്നുണ്ട്, പത്രത്തിൽ നാം വായിക്കുന്നുണ്ട്. പെറ്റയുടനെ കൊന്നുകളയുന്ന അവസ്ഥകൾ വളർന്നു വരുമ്പോൾ, ജീവിതത്തിൽ മുൻപോട്ട് പോകാൻ മാർഗമില്ലാതെ വരുമ്പോൾ, അല്ല മറ്റു പല സാഹചര്യങ്ങളിൽ ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലേക്ക് പോകുമ്പോൾ കുഞ്ഞ് തടസ്സമായിരിക്കുന്നു പറഞ്ഞ് അവരെ കൊല്ലുന്ന അവസ്ഥകളൊക്കെ കണ്ടിട്ടുണ്ട്. മാനുഷികമായ ബലഹീനതകളിൽ ഒരമ്മ എങ്ങനെ പ്രവർത്തിച്ചാൽ പോലും അതിനേക്കാൾ ഉപരിയായ സ്നേഹമാണ് എൻ്റെ സ്നേഹം. എനിക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. എനിക്കൊരിക്കലും മറക്കുവാൻ കഴിയുകയില്ല. അപ്പോൾ അല്പനേരം ഞാൻ മൗനമായിരിക്കും. അങ്ങനെ ആ മൗനത നിന്നെ മറന്നിട്ടല്ല, പിന്നെയോ നിൻ്റെ വിശ്വാസം പരീക്ഷിക്കുവാനാണ്. കാരണം നീ അന്യദൈവങ്ങളെ ആരാധിച്ചുകൊണ്ട് എന്നുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയ അവസ്ഥയുണ്ട്. നമുക്കറിയാം, ദൈവം ആ ജനതയുടെ നിലവിളി കേട്ടു. എല്ലാം തകർന്ന അവസ്ഥയിൽ നിന്ന് അവരെ കോരിയെടുത്ത് യഥാസ്ഥാനപ്പെടുത്തി വീണ്ടും യെരൂശലേമിലേക്ക് കൊണ്ടുവരികയാണ്. അവർക്ക് ദേവാലയം പണിയുവാൻ തക്കവണ്ണം ഒരു രാജാവിനെ ഒരുക്കി അവരെ സ്വതന്ത്രരാക്കി യെരൂശലേമിലേക്ക് അയക്കുകയാണ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഈ മഹാകെടുതിയുടെ നടുവിൽ, ഈ മഹാമാരിയുടെ നടുവിൽ എന്നെയും നിങ്ങളെയും കാത്തു സൂക്ഷിക്കുവാൻ സർവശക്തനായ ദൈവത്തിന് മനസ്സുണ്ട്. ഈ വലിയ പ്രതിസന്ധികളിൽ നാനാ തലങ്ങളിൽ കഷ്ടതയിലായിരിക്കുന്ന ദൈവജനത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് മനസ്സുണ്ട്. ഞാൻ വീണ്ടും കൂട്ടിച്ചേർത്ത് പറയുന്നത് ദൈവജനമെന്നാണ്. ദൈവം ആശ്വസിപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് തന്നെ ആശ്രയിക്കുന്നവരെയാണ്, തന്നിൽ വിശ്വസിക്കുന്നവരെയാണ്, തന്നിൽ പ്രത്യാശ വെക്കുന്നവരെയാണ്, തൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെയാണ്, തൻ്റെ സ്വഭാവത്തിൽ ജീവിക്കുന്നവരെയാണ്. ലോകത്തിൻ്റെ മ്ലേച്ഛതയിലും വഷളത്തിലും പോകാതെ, മറ്റു ദൈവങ്ങളെ നോക്കാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നവരെയാണ് അവൻ ആശ്വസിപ്പിക്കുന്നത്. പക്ഷേ നമ്മളുടെ ആത്മീയ യാത്രയിൽ നമുക്ക് ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുമോ? 2021 ദൈവം നമുക്കായിട്ട് ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ 2021 2020 കെടുതികൾ ഓർത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് വിടുതൽ ലഭിക്കുവാൻ ഒരു മാർഗം ദൈവം കൽപ്പിച്ചിരിക്കുന്നു, ഒരു വാഗ്ദത്തം ദൈവം നൽകിയിരിക്കുന്നു. എന്താണ് ആ വാഗ്ദത്തം? അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരമ്മയുടെ ആശ്വാസത്തെക്കാൾ ഉപരിയായി മനുഷ്യ മനസ്സിന് മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരാശ്വാസമില്ല. പക്ഷെ ആശ്വാസം പ്രാപിക്കണമെങ്കിൽ നിന്നെ നീയാക്കിയ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ മടങ്ങി വരണം. ഇന്ന് നീ ആശ്വാസത്തിന് അർഹനാണോ അല്ലയോ എന്ന് സ്വയം പരിശോധിക്കണം. ദൈവം നിന്നെ വിളിച്ച് നിൻ്റെ കഷ്ടതയിലും നിൻ്റെ നഷ്ടത്തിലും നിൻ്റെ വേദനയിലും യാതനയിലും നിന്നെ കോരിയെടുത്ത ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നീ മുൻപോട്ട് പോയൊരു സമയമുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ച ഒരു സമയമുണ്ട്. എന്നാൽ നീ ബലവാനായി കഴിഞ്ഞപ്പോൾ നീ ദൈവത്തെ മറന്നു. നിൻ്റെ സ്വന്തം ബുദ്ധിയിലും ഇച്ഛയിലും ലോകത്തിൻ്റെ മ്ലേച്ഛതകളിലേക്ക് നീ പോയി. ദൈവം തന്ന ധനം കൊണ്ട് നിൻ്റെ മ്ലേച്ഛതകൾ മറച്ചുകൊണ്ട് ഭക്തരാണെന്ന് മറ്റുള്ളവരെ ധരിപ്പിച്ചുകൊണ്ട് നീ മുൻപോട്ട് പോകാൻ ശ്രമിച്ചു. എന്നാൽ സർവശക്തനായ ദൈവത്തിനൊന്നും മറവല്ല. നിൻ്റെ ആദ്യ സ്നേഹത്തിലേക്ക് വരിക. നീ ആദ്യമേ വലിയ കാര്യങ്ങളൊക്കെ ദൈവത്തിനോട് ചെയ്തിട്ടുണ്ട്. വീണ്ടും ആ പ്രവൃത്തിയിലേക്ക് മടങ്ങി വരിക. അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ആശ്വാസം പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല, നീ മുന്നറിയിപ്പ് സ്വീകരിക്കുന്നില്ലെങ്കിൽ, ഈ മുന്നറിയിപ്പ് നിൻ്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കുന്നില്ലെങ്കിൽ, അത്യുന്നതനായ ദൈവം ഒരു വലിയ മുന്നറിയിപ്പ് നിനക്ക് നൽകുകയാണ്. നിൻ്റെ നിലവിളക്ക് ഞാൻ മാറ്റും. 2021 നിലവിളക്ക് മാറ്റുന്ന ഒരു വർഷം കൂടിയാണ്. ദൈവത്തിൻ്റേതായിട്ടുള്ള മുന്നറിയിപ്പുകൾ വകവെക്കാതെ, ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ കൂട്ടാക്കാതെ, കാര്യമില്ല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട്, ഒഴിവൊഴിവുകൾ നിരത്തി വെച്ചുകൊണ്ട്
എനിക്കൊരു വർഷം കൂടെ വേണം, 2 വർഷം കൂടെ വേണം, അല്ലെങ്കിൽ 1 മാസം കൂടെ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീട്ടിവെക്കുകയും മാറ്റിവെക്കുകയും ചെയ്യുന്ന സഹോദര സഹോദരി, സമയം നിൻ്റെ മുൻപിലില്ല, ഓർത്തു കൊള്ളണം. നീ എത്രയൊക്കെ മറയ്ക്കാൻ ശ്രമിച്ചാലും മറയുകയില്ല. ദൈവം മിന്നൽ പോലെ പ്രവർത്തിക്കും. ഞാൻ കള്ളനെ പോലെ വരുമെന്നാണ് കർത്താവ് അരുളി ചെയ്തത്. കള്ളൻ എങ്ങനെയാണ് വരുന്നത്? ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് വരുന്നത്. അതേ, ആരെയും അറിയിക്കാതെയാണ് വരുന്നത്. എപ്പോൾ വരുമെന്നുള്ളത് ആർക്ക് പറഞ്ഞുകൂടാ, എങ്ങനെയാണ് അവൻ പ്രവർത്തിക്കുന്നതെന്ന് ആർക്ക് പറഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിനക്കുള്ളതെല്ലാം അവൻ കൊള്ളയടിച്ചുകൊണ്ട് പോകും. കള്ളനെ പോലെ വന്നു കഴിഞ്ഞാൽ കള്ളൻ നിന്നെ കൊള്ളയടിക്കും. നീ നേടിയതും നീ സ്വരൂപിച്ചതും നീ സൂക്ഷിച്ചു വെച്ചതുമായ സകലതും അവൻ ശൂന്യമാക്കി കളയും. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, നിന്റെ നിലവിളക്ക് മാറിയാൽ അവിടെ കൂരിട്ടാണ്. ഞാൻ നിന്റെ നിലവിളക്ക് മാറ്റിക്കളയും, പിന്നെ അവിടെ പ്രകാശമില്ല. കള്ളൻ എപ്പോൾ വന്നാലും നിനക്ക് കാണുവാൻ പോലും കഴിയുകയില്ല. ഞാൻ കള്ളനെ പോലെ വരും. 2021 ദൈവത്തിൻ്റെ കൃപയും ദൈവത്തിൻ്റെ കരുണയും തേജസ്സുമാകുന്ന നിലവിളക്കുകൾ പ്രകാശിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം നമുക്ക് കഴിയുമ്പോഴാണ് സർവശക്തനായ ദൈവത്തിൻ്റെ ആശ്വാസവും പ്രത്യാശയും ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. ആ ആശ്വാസം പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹിതയായ സ്വർഗസ്ഥ പിതാവും ദൈവമേ, നീ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, വീണ്ടെടുക്കുന്ന ദൈവമാണ്. ഒരമ്മയെപ്പോലെ ആശ്വാസം പകരുമെന്ന് നീ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഈ മഹാകൃതിയുടെ നടുവിലും ഞങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രത്യാശയ്ക്കായിട്ട് സ്തോത്രം. എന്നാൽ കർത്താവ് ആദ്യ പ്രവൃത്തിയിലേക്ക് കടന്നു വന്ന്, ആദിമ സ്നേഹത്തിലേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് അനുഭവമാക്കുവാൻ കഴിയുന്ന നീ ഓർമ്മിച്ചാലായിട്ട് സ്തോത്രം. കർത്താവ് വചനം കേട്ട ആരുടെയും നിലവിളക്ക് മാറ്റുവാനിടയാകരുതേ. ആരെയും കർത്താവെ കള്ളനെ പോലെ വന്ന് സർവ്വതും കൊള്ളയടിക്കുവാൻ അനുവദിക്കരുതേ. അങ്ങയുടെ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ, അവിടുത്തെ സമർപ്പണത്തിലേക്ക് മടങ്ങി വരുവാൻ, നീട്ടിവെക്കുവാനും മാറ്റിവെക്കുവാനുമല്ല. ഈ വചനം കേൾക്കുന്ന ഉടൻ തന്നെ പുതിയ തീരുമാനമെടുത്തുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ സ്വയം സമർപ്പിച്ച് രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണം ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. പിതാവും ദൈവത്തിൻ്റെ സ്നേഹവും പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നമ്മോർത്ത് പ്രാപിച്ച എല്ലാ വിഷയങ്ങളും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി ഈ ശുശ്രൂഷ സമർപ്പിച്ചത് അന്നമ്മ ജോണിക്കുട്ടി, ഫിലാഡൽഫിയ, USA.